നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓർമ്മ നഷ്ടപ്പെട്ട അച്ഛനെ തേടി കൊച്ചിയിലെ തെരുവുകളിൽ അലയുകയാണ് മകൻ സാന്റണോൺ ലാമ എന്ന സണ്ണിയെ തേടിയെത്തുന്നത് വേദനിപ്പിക്കുന്ന വാർത്ത. കളമശ്ശേരിയിൽ കണ്ടെത്തിയ അജ്ഞാത മൃതദേഹം സൂരജ് ലാമയുടേത് എന്നാണ് സംശയം. DNA പരിശോധന നടത്തി ഇന്ന് സ്ഥിരീകരിക്കും. ഇതിനുവേണ്ടി കുടുംബത്തെ കൊച്ചിയിലെത്താൻ പോലീസ് ആവശ്യപ്പെട്ടു. കളമശ്ശേരി HMTക്ക് സമീപം സൂരജ് ലാമയുടേതെന്ന് കരുതുന്ന മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ദിവസങ്ങൾ പഴക്കമുള്ള മൃതദേഹം അഴുകിയ നിലയിലാണ്. കുവൈറ്റ് വിഷമദ്യ ദുരന്തത്തിൽ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട ലാമയെ കുവൈത്ത് അധികൃതർ കൊച്ചിയിലേക്ക് നാടുകടത്തുകയായിരുന്നു. അന്ന് പുലർച്ചെ 2:30 അൽ ജസീറ എയർവേസ് വിമാനത്തിലാണ് സൂരജ് കൊച്ചിയിൽ എത്തുന്നത്. കറുത്ത ടീഷർട്ടും കറുത്ത പാൻസുമാണ് കാണാതാകുമ്പോഴുള്ള വേഷം. കയ്യിൽ പണമോ വസ്ത്രമോ ഇല്ല. ഉണ്ടായിരുന്നത് പാസ്പോർട്ട് മാത്രം. വിമാനത്താവളത്തിൽ നിന്ന് പുറത്തു കടന്ന സൂരജ് ബസ്സിൽ ആലുവ മെട്രോ സ്റ്റേഷനിലെത്തി. കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് കാണാതായ ലാമയ്ക്കായി ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണം നടക്കുന്നതിനിടെയാണ് ലാമയുടേതെന്ന് സംശയിക്കുന്ന മൃതദേഹം കണ്ടെത്തിയത്. കുവൈറ്റ് മദ്യദുരന്തത്തിന് ഇരയായി ഓർമ്മ നഷ്ടപ്പെട്ട ശേഷം കൊച്ചിയിൽ വിമാനമിറങ്ങിയ ശേഷം കാണാതായ ബംഗളൂരു സ്വദേശി സൂരജ് ലാമയുടേതെന്ന് സംശയിക്കുന്ന മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. 58 വയസ്സാണ് സൂരജ് ലാമയുടെ വയസ്സ്. കളമശ്ശേരി HMTക്ക് സമീപമുള്ള കുറ്റിക്കാട്ടിലാണ് ജീർണിച്ച നിലയിലുള്ള മൃതദേഹം കണ്ടെത്തുന്നത്. ലാമയുടെ കുടുംബത്തോട് ഉടൻ കേരളത്തിലെത്താൻ പോലീസ് നിർദ്ദേശം നൽകി. പിതാവിനെ കാണാതായ ശേഷം 1.5 മാസത്തോളം മകൻ സന്തൻ ലാമ പോലീസ് സ്റ്റേഷനുകളിലടക്കം കയറിയിറങ്ങുകയായിരുന്നു. ഹേബിയസ് ഹർജിക്ക് പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചെങ്കിലും ഈ അന്വേഷണത്തിലും കാര്യമായ പുരോഗതി ഉണ്ടായില്ല. ഇതിന് പിന്നാലെയാണ് ലാമയുടേതെന്ന് സംശയിക്കുന്ന മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ദുർഗന്ധം വമിക്കുന്നു എന്നറിഞ്ഞ് പരിശോധന നടത്തിയപ്പോഴാണ് ജീർണിച്ചു തുടങ്ങിയ നിലയിൽ മൃതദേഹം കണ്ടത്. ലാമയെ കാണാതാകുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളോട് സാമ്യമുള്ളതാണ് മൃതദേഹത്തിൽ കണ്ടെത്തിയത്. രൂപഭാവങ്ങളും ഏറെക്കുറെ ലാമയോട് സാദൃശ്യമുള്ളതിനാൽ മൃതദേഹം തിരിച്ചറിയുന്നതിനും DNA പരിശോധന അടക്കമുള്ളവയ്ക്കുമായി എത്താൻ മകന് നിർദ്ദേശം നൽകുകയായിരുന്നു. കുറഞ്ഞത് 1.5 മാസമെങ്കിലും പഴക്കമുണ്ട് മൃതദേഹത്തിന് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കൊൽക്കത്തയിൽ വേരുകളുള്ള ലാമ വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിലെത്തിയതാണ്. അതിനിടയിലാണ് കുവൈറ്റിലേക്ക് ബിസിനസ്സിനായി പോയത്. കുവൈറ്റിൽ 4 റെസ്റ്റോറന്റുകളുടെ ഉടമയാണ് സൂരജ്. സെപ്റ്റംബർ 5 കുവൈറ്റിൽ വെച്ച് കുഴഞ്ഞു വീണു. 10 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും ഓർമ്മ പൂർണ്ണമായും മറഞ്ഞു. ഇതിനിടെ വിസ കാലാവധി കഴിഞ്ഞെന്ന് ചൂണ്ടിക്കാട്ടി കുവൈറ്റിൽ നിന്ന് ഒക്ടോബർ 4 നാട് കടത്തി. സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പോലും പരസഹായം ആവശ്യമായ സൂരജിനെ ബാംഗ്ലൂരിന് പകരം കൊച്ചിയിലേക്കാണ് കുവൈറ്റ് പോലീസ് കയറ്റിവിട്ടത്. ഓർമ്മയില്ലാത്തയാളെ അയക്കുന്നത് കുടുംബത്തെയോ സുഹൃത്തുക്കളെയോ അറിയിച്ചില്ല. സൂരജിനായി കുവൈറ്റിൽ നടത്തിയ അന്വേഷണത്തിലാണ് കൊച്ചിയിലേക്ക് കയറ്റിവിട്ട വിവരം ഒക്ടോബർ 7 കുടുംബം അറിഞ്ഞത്. ഭാര്യ റിന ലാമ പിറ്റേന്ന് തന്നെ കൊച്ചിയിലെത്തി നെടുമ്പാശ്ശേരി പോലീസിൽ പരാതി നൽകി. തുടർന്ന് സ്വന്തം നിലയ്ക്ക് അന്വേഷണം തുടങ്ങി. ആലുവ മുതൽ ഇടപ്പള്ളി വരെയുള്ള ഫ്ലൈ ഓവറുകളുടെയും പാലങ്ങളുടെയും അടിയിലും മാർക്കറ്റ്, മെട്രോ സ്റ്റേഷൻ പരിസരങ്ങളിലുമെല്ലാം തിരഞ്ഞു. ഒക്ടോബർ 12 മകൻ സണ്ണിയും കൊച്ചിയിലെത്തി. തിരച്ചിലേറെ നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം. ഗൂഗിളിൽ ജോലി ചെയ്യുന്ന സണ്ണിക്ക് അവധിയെടുത്ത് അച്ഛനെ തിരയുകയായിരുന്നു. സൂരജ് ലാമയെ കണ്ടെത്താൻ ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു. നെടുമ്പാശ്ശേരി പോലീസാണ് വിവരങ്ങൾ നൽകാനുള്ള ഫോൺ നമ്പറുകൾ അടക്കം ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നത്. ലാമയെ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ നേരത്തെ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആലുവ ഡിവൈഎസ്പി TR രാജേഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുള്ളത്. ഇതിനിടെയാണ് പുതിയ വിവരം കിട്ടുന്നത്. പിതാവിനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് മകൻ സന്തൻ ലാമ സമർപ്പിച്ച ഹേബിയസ് ഹർജിയിലാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ ജസ്റ്റിസുമാരായ ദേവൻ രാമചന്ദ്രൻ, MB സ്നേഹലത എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശം നൽകിയത്. കുവൈറ്റിൽ നിന്ന് ഈ മാസം 5 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ലാമയെ പിന്നീട് കാണാതാവുകയായിരുന്നു. കുടുംബത്തെ പോലും അറിയിക്കാതെയാണ് പിതാവിനെ പരിചയക്കാർ പോലും ഇല്ലാത്ത കൊച്ചിയിലേക്ക് കയറ്റിവിട്ടതെന്നും മകൻ ആരോപിച്ചിരുന്നു. തുടർന്ന് പിതാവിനെ കാണാനില്ലെന്ന് മനസ്സിലാക്കി മകൻ ബാംഗ്ലൂരിൽ നിന്നും കൊച്ചിയിലെത്തി അന്വേഷിക്കുകയും പലയിടത്തും വെച്ചും കണ്ടതായ വിവരങ്ങൾ ശേഖരിച്ച് പോലീസിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും പോലീസിന് ലാമയെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് സന്തൻ ലാമ ഹൈക്കോടതിയെ സമീപിച്ചത്. ഓഗസ്റ്റ് 1 കുവൈറ്റിലുണ്ടായ മദ്യദുരന്തത്തിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെ 23 പേർ മരിച്ചിരുന്നു. കുവൈറ്റിൽ ഹോട്ടൽ ബിസിനസ് നടത്തുകയായിരുന്ന സൂരജ് ലാമയും മദ്യദുരന്തത്തിൽ അകപ്പെട്ട് ആശുപത്രിയിലായവരിൽ ഒരാളാണ്.
പിതാവ് ഇത്തരത്തിൽ ആശുപത്രിയിലാണെന്ന് കുടുംബം വൈകിയാണ് അറിയുന്നത്. ഒടുവിൽ ഒക്ടോബർ 4 ബന്ധുക്കളെ പോലും അറിയിക്കാതെ പരിചയക്കാർ പോലും ഇല്ലാത്ത കൊച്ചിയിലേക്ക് സൂരജ് ലാമയെ കയറ്റിവിടുകയായിരുന്നു. മദ്യദുരന്തത്തിന് പിന്നാലെ സ്വന്തം പേര് പോലും ഓർമ്മയില്ലാത്ത അവസ്ഥയിലായിരുന്നു ലാമ. 5 രാവിലെ മെട്രോ ഫീഡർ ബസ്സിൽ കയറി ആലുവ മെട്രോ സ്റ്റേഷൻ പരിസരത്ത് പിതാവ് ഇറങ്ങിയതായി മകൻ മനസ്സിലാക്കുന്നു. പിന്നീട് കളമശ്ശേരിയിൽ പലയിടത്തും കണ്ടതായി വിവരം ലഭിച്ചു. സൂരജ് ലാമയെ കൊച്ചിയിലേക്ക് കയറ്റിവിട്ടതായി ഒക്ടോബർ 7 അറിഞ്ഞ കുടുംബം പിറ്റേന്ന് തന്നെ കൊച്ചിയിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഇതിനിടെ 8 തൃക്കാക്കരയിലെ ഒരു ഹൌസിംഗ് കോളനിയുടെ സമീപത്ത് ലക്ഷ്യം തെറ്റി അലഞ്ഞു തിരിയുന്ന ലാമയുടെ വിവരം നാട്ടുകാർ പോലീസിനെ അറിയിക്കുകയും പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തെ ആംബുലൻസിൽ കയറ്റി തനിച്ച് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. ഇവിടെ പ്രാഥമിക പരിശോധന നടത്തുന്നതിന്റെയും പിന്നീട് ആരും നോക്കാനില്ലാതെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന്റെയും CCTV ദൃശ്യങ്ങളടക്കം പോലീസിന് കൈമാറിയിട്ടും നടപടിയൊന്നും ഉണ്ടായില്ലെന്നും ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ മകൻ ആരോപിച്ചിരുന്നു. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് ആലുവ ഡിവൈഎസ്പി TR രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ലാമയുടെ തിരോധാനം അന്വേഷിച്ചിരുന്നത്. ഏതായാലും ഇപ്പോൾ DNA പരിശോധനകളെല്ലാം നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഇതിലൊരു സ്ഥിരീകരണം വരികയുള്ളൂ.